മയക്കുമരുന്നിനടിമപ്പെട്ട യുവതലമുറയെക്കുറിച്ച് ഈ പോലീസുകാരന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാലോ. ചിന്തിക്കേണ്ടതാണ് നമ്മൾ. ആ 7ാം ക്ലാസ്സിലെ 30% കുട്ടികൾ ഈ മഞ്ഞ കഷ്ണം കടലാസും നാവുമ്മൽ വെച്ചിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. അതായിട്ട് കാവിയിടാത്തതും അതായിട്ട് നമ്മളോടൊപ്പം പറന്നു വന്നതും. അങ്ങനെ ആ ക്ലാസ്സിലെ ഈ ഉപയോഗിക്കുന്ന കുട്ടികളെല്ലാം മാറ്റി നിർത്തി. നമ്മൾ വളരെ രഹസ്യമായിട്ട് മാറ്റി നിർത്തി. ഇത് വിൽക്കുന്ന ചങ്ങായിനെ കണ്ടുപിടിച്ചു. 7ാം ക്ലാസ്സിലൊരു ചെക്കനാ വിൽക്കുന്ന. അവൻ്റെ ഉമ്മേനെ കൂട്ടിക്കൊണ്ടുവന്നു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഈ മഞ്ഞ കഷ്ണം കടലാസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു കണ്ടിട്ടുണ്ടോ എന്നാ. ഇത് ഓൻ്റെ അടുത്ത് 6ാം ക്ലാസ് ഉണ്ട്. ഞാൻ ചോദിച്ചു ഇതിൻ്റെ പേരറിയാം ഉമ്മ? ഉമ്മ പറഞ്ഞു ഇത് സ്റ്റാമ്പാണ്, സ്റ്റാമ്പ്. ഇതിൻ്റെ കളക്ഷൻ ഓൻ പണ്ടേ ഉണ്ട്. ഓനൊരു ഹോബിയായത്, ഹോബി. ചെക്കൻ പറഞ്ഞു കൊടുത്താ സ്റ്റാമ്പ് കളക്ഷൻ. നമ്മളെ പണ്ട് തുപ്പലൊട്ടിക്കുന്നൊരു കത്ത് വിടുന്ന ഒരു സാധനം ഇല്ലേ, ഓൻ പറഞ്ഞു കൊടുത്ത അതാ ഈ സാധനം. ഈ ഉമ്മ പാവം വിശ്വസിച്ച്. ഉമ്മ അഭിമാനത്തോടു കൂടി പോലീസിനോട് പറഞ്ഞു, പോലീസ് നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവൻ അങ്ങനെ ഓന് മാത്രം ഒന്നുമില്ല, ഓൻ ആര് ചോദിച്ചാലും ഇത് കൊടുക്കും. താങ്കാവപ്പെട്ട ചക്കനാ എൻ്റെ മോനെ. അങ്ങനെ ആരെങ്കിലും കൊടുക്കുമോ പോലീസ്? ഞാനില്ലേ, കൊടുക്കൂലേ? ഈ ഉമ്മക്കറിയാമോ ഈ മഞ്ഞ കഷ്ണം കടലാസിന്റെ ഭീകരത? 6.5 കൊല്ലം മുതൽ 7.5 കൊല്ലം കൊണ്ട് മനുഷ്യ മനസ്സിനെ, തലച്ചോറിനെ തകർക്കുന്ന ഒരു സാധനമാണ് എൻ്റെ മോൻ കച്ചവടം നടത്തുന്നതെന്ന് ഈ ഉമ്മക്ക് മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചോ. ഈ മഞ്ഞ കഷ്ണം കടലാസ് നാവിന്റെ തുമ്പത്ത് വെച്ചൊട്ടിക്കുന്ന കുട്ടികൾ 7.5 കൊല്ലം കൊണ്ട് മരിച്ചു പോയിട്ടുണ്ട്. സാരല്ല, കുഴിച്ചിടായിരുന്നു. തലച്ചോറുമായി ബന്ധം നഷ്ടപ്പെട്ട് ഒരു കീറത്തുണി പോലെ ഈ നാടിന്റെ ഉള്ളിൽ നടക്കുന്നത് കാണേണ്ടി വരും നിങ്ങളെ മക്കൾ. അതുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇത്രയേറെ ശക്തമാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ അതല്ല, ആ ബോസ് എന്ന് പറയുന്ന ചങ്ങായിയാണ് ഈ കുട്ടിക്ക് സാധനം കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ മോളുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് അതാണ്. എൻ്റെ മോൾക്ക് ഷോർട്ട് കട്ടിലൂടെ മാർക്ക് വാങ്ങാനല്ലേ ഇഷ്ടം. ഈ ബോസ് കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ എന്താ അറിയോ? ഈ മഞ്ഞ കഷ്ണം കടലാസ് നാവിന്റെ തുമ്പത്ത് വെച്ച് നീ ക്ലാസ് റൂമിൽ ഇരുന്നാൽ പിന്നെ നീ പഠിക്കുകയേ വേണ്ട. ഈ നാവിന്റെ തുമ്പത്ത് ഈ സാധനം ഇട്ടിച്ച് ആ ടീച്ചർ പറയുന്ന സാധനം ചെവിയിലൂടെ പറന്ന് 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 തലച്ചോറിൽ പറ്റിപ്പിടിക്കും. ആ പറ്റിപ്പിടിച്ച സാധനം നിങ്ങൾ ഇന്നൊന്നും നോക്കണ്ട. പരീക്ഷൻ്റെ അന്ന് ഒരു മഞ്ഞ കഷ്ണം കടലാസ് നാവുമ്മൽ വെച്ചാൽ ആടുന്നത് ഇളകിയിട്ട് കൈമ കൂടി വന്നിട്ട് പരീക്ഷയിൽ പേപ്പറിൽ എഴുതും പോലും. ഇങ്ങനെ ഒരു ബോസ് എൻ്റെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ മകൾ ഈ മഞ്ഞ കഷ്ണം കടലാസ് നാവിന്റെ തുമ്പത്ത് വെക്കുമോ ഇല്ലയോ? പറ. തീർച്ചയായിട്ടും വെക്കും. അച്ഛൻ്റെ അഭിമാനവും ഉപ്പേന്റെ പാരമ്പര്യവും ഒന്നും മക്കൾ നോക്കൂല. ഓർക്ക് ഷോർട്ട് കട്ടാണ് വലുത്, അവർക്ക് സന്തോഷമാണ് വലുത്. ആ സന്തോഷം, ആ ലഹരിയേക്കാൾ വലിയ സന്തോഷം ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വീട്ടിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, 7.5 കൊല്ലം കൊണ്ട് തകർന്ന് തരിപ്പണമാവും നിങ്ങളെ മക്കള്.